മെഡിക്കൽ കോളേജിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ട രോഗി മരിച്ചു. മണ്ണന്തല സ്വദേശി അംബികയാണ് മരണപ്പെട്ടത്. രാഹുൽ ജി നാഥ് വിശദവിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, അംബികയെക്കുറിച്ച് നമ്മൾ അല്പം മുൻപ് പങ്കുവയ്ക്കുകയുണ്ടായി. മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇന്നലെയാണ് ഈ കാണുന്ന മണ്ണന്തല മരുതൂരിലെ ഈ വീട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഇവിടെ നിന്ന്, അതായത് 17-ാം തീയതി ഇവിടെ നിന്ന് ആരോഗ്യവതിയായി മകനൊപ്പം പോയ അമ്മയാണ് ഇപ്പോൾ എന്തായാലും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് കാലിലൊരു മുറിവുണ്ടായിരുന്നു, പ്രമേഹത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, പ്രമേഹ രോഗിയായിരുന്നു. അപ്പോഴൊക്കെ ചികിത്സ ഭേദമാക്കാൻ കഴിയും. കാരണം അമ്മയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു, അമ്മയും സംസാരിക്കുന്നുണ്ടായിരുന്നു, ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി 4-ാം വാർഡിലേക്ക് അഡ്മിറ്റ് ആവുകയും പിന്നീട് ഈ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പ്രശ്നം സംഭവിക്കുന്നത്. കാരണം സ്കാനിങ്ങിന് 5 ദിവസം കഴിഞ്ഞ് മാത്രമുള്ള ഡേറ്റ് കിട്ടുന്നു, 23-ാം തീയതി ഡേറ്റ് കിട്ടുന്നു. സ്കാനിങ്ങിൻ്റെ അന്ന് പോലും ആളുകളുടെ തിരക്ക് കാരണം ഉച്ച വരെ അമ്മയ്ക്ക് ആഹാരമൊന്നും കഴിക്കാതെ കാത്തിരിക്കേണ്ടി വന്നു. ആ ഘട്ടത്തിലൊക്കെ നമ്മോട് ഇന്നലെ പ്രതികരിച്ച മകൻ പറഞ്ഞിരുന്നു ഈ പ്രമേഹ രോഗിയാണ്, അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് പല ആവർത്തി പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ മാത്രമാണ് ഇവർ ഇത്തരത്തിൽ സ്കാനിങ് വേഗത്തിലാക്കാൻ ശ്രമിച്ചതും. ആ ദിവസം തന്നെ വിറയൽ വന്ന് ബോധക്ഷയമുണ്ടായി. പിന്നീട് ഡോക്ടർ മയങ്ങാനുള്ള മരുന്ന്, സെഡേഷനുള്ള മരുന്ന് കൊടുത്ത ശേഷം പിന്നീട് ഉണരുമ്പോൾ സ്ട്രോക്ക് സംഭവിച്ചു എന്ന വിവരമാണ് ബന്ധുക്കളോട് പറയുന്നത്. അത് വല്ലാതെ ആ ബന്ധുക്കളെ ആ ഘട്ടത്തിൽ ഞെട്ടിച്ചിരുന്നു. അപ്പോൾ തന്നെ അവർ മറ്റു ആശുപത്രിയിലേക്ക് പോയിക്കോളാം, ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണമെന്ന് നിർബന്ധം പിടിച്ചു. ആ ഡിസ്ചാർജ് ഫോമിൽ പോലും എഴുതിയിരുന്നത് ഏത് ലക്ഷണവുമായി വന്നോ ആ ലക്ഷണമൊക്കെ ഭേദമാക്കിയാണ് തിരിച്ചയച്ചിരിക്കുന്നത് എന്ന വരിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴും അമ്മ ഒന്നും മിണ്ടാൻ കഴിയാതെ പക്ഷാഘാതം മൂലം ഈ വീട്ടിൽ ഇന്നലെ എത്തി ആ ഘട്ടം മുതൽ വിശ്രമത്തിലായിരുന്നു. നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങൾ കാണിച്ചാണ്. ഇന്ന് രാവിലെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അമ്മയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടുകാരൻ നമ്മളോട് സംസാരിക്കും. ചേട്ടാ, ഇന്നലെ ഞങ്ങളിവിടെ എത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പറഞ്ഞത് ഒരു അനാസ്ഥ സംഭവിച്ചു, അനാസ്ഥയുടെ ഭാഗമായാണ് അമ്മ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെ, ഇത് തീർച്ചയായും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചികിത്സ തേടിയതിൻ്റെ ഭാഗമായി തുടർന്നുണ്ടായ മരണം തന്നെയാണ്. അത് ചികിത്സയിൽ വന്ന ഗുരുതരമായ പിഴവ് കാരണം തന്നെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇവിടുന്ന് വാഹനത്തിൽ സ്വയം നടന്നു കയറിയ അമ്മയാണ്. അതിനുശേഷമാണ് ആശുപത്രിയിൽ പോയി ചികിത്സാ പിഴവ് കാരണമാണ് അമ്മ മരണപ്പെട്ടത്. അമ്മയെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വീടാണ് അമ്മ. ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന അമ്മയാണ്. കാലിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, സെല്ലൈറ്റിസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള വേറെ അസുഖങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മ ഇവിടെ വിമൻസ് കോളേജിലെ തയ്യൽ അധ്യാപികയായിരുന്നു. ഇപ്പോഴും ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇതിന് മുന്നേ വരെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷമുള്ള ഗുരുതരമായ പിഴവുകൾ കാരണമാണ്, അവിടെ ചികിത്സ സംബന്ധിച്ചുള്ള ഗുരുതര പിഴവ് കാരണം തന്നെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഞെട്ടലായി കാണുമല്ലോ. കാരണം ഇവിടുന്ന് ആരോഗ്യവതിയായി പോയ അമ്മ തിരിച്ചു വരുന്നത് പക്ഷാഘാതവും ബാധിച്ചിട്ടാണ്. അതെ, അത് അറിയാൻ സാധിച്ചത് ആശുപത്രിയിൽ നിന്നും മകനും മകളെന്നൊക്കെ അറിയാൻ സാധിച്ചത് ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാനിങ്ങിൻ്റെ അന്ന് 5 മണിക്കൂറോളം അമ്മ ഡയബറ്റീസ് പേഷ്യൻ്റാണ്, ബോഡിയൊക്കെ നല്ല വീക്കാണ്. അപ്പോൾ 5 മണിക്കൂറോളം ഒന്നും കഴിക്കാതെ അവർ സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്തു. മകൻ പലവട്ടം അധികാരികളടുത്ത് ചോദിച്ചു ഒന്നും കഴിക്കുക, ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്കാനിങ്ങിന് കഴിഞ്ഞ ശേഷമാണ് ഒരു ഫിറ്റ്സ് വരികയും പിന്നെ തുടർന്ന് 3 ദിവസത്തോളം അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ വന്ന് ചോദിച്ചപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകാൻ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും ഇതൊരു വലിയൊരു അനാസ്ഥയുടെ ഭാഗമായാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. മണ്ണന്തല സ്വദേശിയായ അംബികയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അല്പം മുൻപും നമ്മൾ ആ വാർത്ത പങ്കുവച്ചതാണ്. അനാസ്ഥയെ തുടർന്ന് കിടപ്പിലായിപ്പോയി എന്ന് മകൻ പറയുന്നതാണ്. തയ്യൽ അധ്യാപികയായ അംബികയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്.